Hello students, ക്വാണ്ടിറ്റി സർവേയിൽ മൊഡ്യൂൾ 3 എസ്റ്റിമേഷൻ ഓഫ് മേസൺറി വെല്ലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണഗതിയിൽ മൊഡ്യൂൾ 3 നിന്നും എസ്റ്റിമേഷൻ ഓഫ് ബിൽഡിംഗ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഓർ ക്വസ്റ്റ്യനായിട്ടോ അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യനായിട്ടോ എസ്റ്റിമേഷൻ ഓഫ് മേസൺറി വെല്ലും ചോദിക്കാറുണ്ട്. സാധാരണ പരീക്ഷയ്ക്ക് ഒരു മേസൺറി വെല്ലിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ തന്നെ ആ മേസൺറി വെല്ലിൻ്റെ ഫിഗർ തരാറുണ്ട്. ഇതുപോലുള്ളൊരു സെക്ഷണൽ വ്യൂ ആയിരിക്കും തരുന്നത്. ഇതുപോലെ ഈ പ്ലാൻ വ്യൂ സാധാരണ തരാറില്ല. നമ്മളിവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടി വരച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ എസ്റ്റിമേഷൻ ഓഫ് മേസൺറി വെല്ല് ചെയ്യുമ്പോൾ ആദ്യമായി അതെങ്ങനെയാണ് മേസൺറി വെല്ല് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ അതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, അതിൽ ഓരോ പാർട്സ് ഓഫ് ദ മേസൺറി വെല്ല് മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് പഠിക്കാം. ആദ്യമായി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദിസ് മേസൺറി വെൽ പഠിക്കാം. ഒരു മേസൺറി വെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ തന്നെ ഈ മേസൺറിയാണ്. ഈ മേസൺറി എന്ന് പറയുന്നത് ബ്രിക്ക് മേസൺറിയോ സ്റ്റോൺ മേസൺറിയോ എന്ത് വേണമെങ്കിലും ആകാം. അങ്ങനെ ഈ മേസൺറി കൺസ്ട്രക്ഷൻ, ഇവിടെയുള്ള ഈ മേസൺറി കൺസ്ട്രക്ഷൻ ഈസ് മെൻറ്റ് ഫോർ ദ സപ്പോർട്ടിങ് ദ സൈഡ്സ് ഓഫ് എക്സ്കവേഷൻ. ഇവിടെ കിണറിന് വേണ്ടി കുഴിക്കുമ്പോൾ ആ സോയിലിൻ്റെ സൈഡ്സ് അൺസ്റ്റേബിൾ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ മേസൺറി കൺസ്ട്രക്ഷൻ ഇവിടെ ചെയ്യുന്നത്. ഈ സൈഡ് വാൾ പ്രൊട്ടക്ഷൻ വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു സപ്പോർട്ട് ദ സൈഡ്സ് ഓഫ് എക്സ്കവേഷൻ ഈസ് നോൺ ആസ് വെൽ സ്റ്റെയിനിങ്. സോ വെൽ സ്റ്റെയിനിങ് ആണ് ഒരു കിണറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. ഇനി രണ്ടാമത്തതെന്ന് പറയുന്നത് വെൽ കർബ്. വെൽ കർബ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാം, ഒരു അപ്രോക്സിമേറ്റ്ലി ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ക്രോസ് സെക്ഷനാണ് അതിനുള്ളത്. അതും ഇതുപോലെ സർക്കുലറായിട്ടാണ് ഇരിക്കുന്നത്. സർക്കുലറാണ് എലോങ് ദ ഔട്ടർ സൈഡ്സ് ഓഫ് ദ വെൽ, എലോങ് ദ പെരിഫറി ഓഫ് ദ വെല്ലാണ് ഈ കർബ് കൊടുക്കുന്നത്. ഈ കർബ് എന്ന് പറയുന്നത് വെല്ലിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനായിട്ടാണ് വരുന്നത് കർബ് എന്ന് പറയുന്നത്. ആ കർബ് ഈസ് എ മെറ്റീരിയൽ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് RCC. ആൻഡ് കർബിൻ്റെ താഴെ ബിനീത്ത് ദ കർബ് വി വുഡ് പ്രൊവൈഡ് എ കട്ടിംഗ് എഡ്ജ് ഓൾസോ. ഈ കട്ടിംഗ് എഡ്ജ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഈ വെൽ സ്റ്റെയിനിങ്ങിന് വളരെ ഫ്രീ ആയിട്ട് താഴോട്ട് ഇറങ്ങി പോവുള്ളൂ. സോ ഫോർ ദ പർപ്പസ് ഓഫ് പെനിട്രേഷൻ ഓഫ് വെൽസ് കട്ടിംഗ് എഡ്ജ് ഈസ് പ്രൊവൈഡഡ് ബിനീത്ത് ദ കർബ്. ഇനി ഈ കട്ടിംഗ് എഡ്ജ് എന്താണ്? ഈ കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിളാണ്. സാധാരണഗതിയിൽ ഒരു മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷനാണ് ഈ പറയുന്ന കട്ടിംഗ് എഡ്ജ്. ഒരു ആംഗിളാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ ഒരു പ്രത്യേക സൈസിലുള്ളതും വെയ്റ്റിലുള്ളതുമായിട്ടുള്ളൊരു ആംഗിളായിരിക്കും സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അലോങ് ദ പെരിഫറി ഓഫ് ദിസ് വെൽ. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ പ്ലാൻ വ്യൂ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ദ ഇൻസൈഡ് ഡയമീറ്റർ കാണാൻ പറ്റും. ദെൻ ദ തിക്നെസ് ഓഫ് ദ മേസൺറി കൺസ്ട്രക്ഷൻ, വെൽ സ്റ്റെയിനിങ്ങിൻ്റെ തിക്നെസ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ പ്രൊജക്ഷൻ? ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ സെക്ഷണൽ വ്യൂവിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വെൽ കർബിന് ഒരു ചെറിയ പ്രൊജക്ഷൻ ഉണ്ട്, ഒരു ഔട്ടർ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഔട്ടർ പ്രൊജക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. ഒരു സർക്കുലറായിട്ട് പെരിഫറിയിലൂടെ കാണുന്ന ഈ സർക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പ്രൊജക്ഷൻ ഓഫ് ദിസ് വെൽ കർബ്. ഇനി എസ്റ്റിമേഷന് ആവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. വളരെ സിമ്പിളാണ്. 2 പോയിൻറ്റ്സ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഫോർ ദി ഓപ്പൺ വെൽ എക്സ്കവേഷൻ അപ് ടു ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ സർഫസിൽ നിന്നും ഗ്രൗണ്ട് ലെവലിൽ നിന്നും വാട്ടർ ലെവൽ കാണുന്ന വരെ ഉള്ള എക്സ്കവേഷൻ, ഗ്രൗണ്ട് സർഫസിൽ നിന്നും ഗ്രൗണ്ട് വാട്ടർ ലെവലിൻ്റെ ടോപ്പ് സർഫസ് വരെയുള്ള എക്സ്കവേഷന് ഫോർ എവ്രി 1.5 മീറ്റർ എക്സ്കവേഷൻ ഓഫ് എർത്ത് ഷുഡ് ബി റെപ്രസെൻറ്റഡ് ഇൻ മീറ്റർ ക്യൂബ്. എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എർത്ത് റിക്വയർഡ് ഫോർ എക്സ്കവേഷൻ, വോളിയം ഓഫ് എർത്ത് ഓഫ് എക്സ്കവേഷൻ ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് ഫോർ എവ്രി 1.5 മീറ്റർ. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ശ്രദ്ധിക്കുക, 3.8 മീറ്റർ ആണ് ഗ്രൗണ്ട് സർഫസിൽ നിന്നും വാട്ടർ ലെവലിൻ്റെ ടോപ്പ് സർഫസ് വരെയുള്ള ഡെപ്ത്ത്. ഈ എൻറ്റയർ ഡെപ്തിനുള്ള എക്സ്കവേഷന് ഒരു റേറ്റല്ല സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ 1.5 മീറ്ററിന് ഒരു റേറ്റ്, അടുത്ത 1.5 മീറ്ററിന് ഒരു റേറ്റ്,
പിന്നെ മിച്ചം എന്തുണ്ടോ അതിനും വേറൊരു റേറ്റ്. അങ്ങനെ ഓരോ 1.5 മീറ്ററിനാണ് റേറ്റ്. അതുകൊണ്ട് ഓരോ 1.5 മീറ്റർ എക്സ്കവേഷനുള്ള എർത്ത് എക്സ്കവേഷന് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത് വേണം കണ്ടുപിടിക്കാൻ. സോ ദ വോളിയൂം ഓഫ് എർത്ത് ഷുഡ് ബി റെപ്രസെൻറ്റഡ് ഇൻ മീറ്റർ ക്യൂബ് ഫോർ എവറി 1.5 മീറ്റർ എർത്ത് വർക്ക് എക്സ്കവേഷൻ. അടുത്തത് എർത്ത് വർക്ക് എക്സ്കവേഷൻ ബിലോ ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ. ഇവിടെ up to top surface of water level, the rate kept varying by every 1.5 meter. Beneath the groundwater level, the excavation of earth for the wells or for sinking of wells, it should be expressed in terms of running meters of depth. എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ലെവലിൻ്റെ താഴേക്ക് എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ റണ്ണിങ് മീറ്റേഴ്സിൽ വേണം എക്സ്കവേഷനെ സൂചിപ്പിക്കാൻ, അല്ലാതെ വോളിയം കണ്ടുപിടിക്കേണ്ട. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് റണ്ണിങ് മീറ്റേഴ്സ്. അതായത് ഒരു എർത്ത് എക്സ്കവേഷൻ ഫോർ വെൽ ചെയ്യുന്ന സമയത്ത്, ഒരു വെല്ലിൻ്റെ എർത്ത് എക്സ്കവേഷൻ ചെയ്യുമ്പോൾ let this be the groundwater level. ആദ്യത്തെ ഇത്രയും ഡെപ്ത് എക്സ്കവേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഷുഡ് ബി റെപ്രസെൻറ്റഡ് ഫോർ എവരി 1.5 മീറ്റർ ഡെപ്ത്. ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ ക്യൂബിൽ വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. പക്ഷേ അതിന് താഴെ ഗ്രൗണ്ട് വാട്ടർ ലെവലിൽ നിന്നും താഴേക്ക് എത്രത്തോളം ഡെപ്തിൽ എക്സ്കവേറ്റ് ചെയ്യണോ അത് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ 1.5. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ റണ്ണിങ് മീറ്റേഴ്സ്. അതും നേരത്തെ പോലെ ഓരോ ഡെപ്തിനും വേറെ വേറെ റേറ്റാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 1.5 മീറ്ററിന് ഒരു റേറ്റ്, അടുത്ത 1.5 മീറ്ററിന് വേറൊരു റേറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ എവറി 3 മീറ്റർ ഡെപ്തിനാണ് നമ്മൾ റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. എവറി 3 മീറ്റർ ഡെപ്ത്, ലൈക്ക് ദാറ്റ്. സോ ഒന്നും കൂടെ പറയാം. ഫോർ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫോർ masonry wells, the earthwork excavation is broadly classified into 2 sections: for excavations above the groundwater level and for excavations below the groundwater level. For excavations above the groundwater level, earthwork is represented in volumes of meter cube for every 1.5 meter depth. ഓരോ 1.5 മീറ്റർ ഡെപ്തിന് വേണം നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കേണ്ടത്. For excavations below groundwater level, earthwork is expressed only in running meters. For 1.5 meter in the first case, for the next 1.5 meter in the second case, and for the subsequent depths, earthwork is expressed for 3 meter intervals. പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ എസ്റ്റിമേഷൻ. ഫസ്റ്റ് ഐറ്റം, എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ അപ് ടു ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നും വാട്ടർ ലെവലിൻ്റെ ടോപ്പ് വാട്ടർ ലെവൽ സർഫസ് വരെയുള്ള എർത്ത് എക്സ്കവേഷൻ ആവശ്യമാണ്. അത് ഇത്രയും ആവശ്യമുള്ള വെല്ലിന് വേണ്ടി എർത്ത് എക്സ്കവേഷൻ ആവശ്യമാണ്. സോ ഇത്രയും റീജിയനിലെ എർത്ത് എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഗ്രൗണ്ട് വാട്ടർ ലെവലിൻ്റെ മുകളിലേക്കുള്ള എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓരോ 1.5 മീറ്റർ ഡെപ്തിനും വോളിയം ഓഫ് എർത്ത് ഇൻ മീറ്റർ ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു 1.5 മീറ്റർ ഡെപ്ത്, ഫ്രം 1.5 മീറ്റർ ഡെപ്ത് ടു 3 മീറ്റർ ഡെപ്ത്, ഫ്രം 3 മീറ്റർ ഡെപ്ത് ടു 3.8 മീറ്റർ ഡെപ്ത്. എന്തുകൊണ്ട് 3.8 മീറ്റർ വന്നു? നമ്മുടെ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 3.8 മീറ്റർ ഡെപ്ത് വരെ ഉള്ളൂ. സോ അതുവരെ
ഉള്ള എക്സ്കവേഷനെ മാത്രം ഈ ഐറ്റത്തിനകത്ത് ഉൾക്കൊള്ളിച്ചാൽ മതി. സോ അതുകൊണ്ട് ഗ്രൗണ്ട് ലെവൽ ടു 1.5 മീറ്റർ ഡെപ്ത്, 1.5 മീറ്റർ ടു 3 മീറ്റർ ഡെപ്ത് ആൻഡ് 3 മീറ്റർ ടു 3.8 മീറ്റർ ഡെപ്ത്, അങ്ങനെ 3 സബ് ഹെഡ്സിലായിട്ടാണ്, സബ് ഹെഡിങ് കൊടുത്ത് വേണം ഈ ഐറ്റം പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറഞ്ഞ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിലെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇത്രയും റീജിയനിലുള്ള എർത്താണ് എക്സ്കവേറ്റ് ചെയ്യേണ്ടത്. ഇത്രയും റീജിയനിലുള്ള എർത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലാൻ നോക്കുക. നമുക്കിവിടെ എത്ര ഡയമീറ്ററിലുള്ള സർക്കിളിലുള്ള എർത്താണ് എക്സ്കവേറ്റ് ചെയ്യേണ്ടി വരുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഔട്ടർ ഡയമീറ്ററിലുള്ള സർക്കിളാണ്, ആ സർക്കിളിനകത്തുള്ള എർത്താണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഈ ഔട്ടർ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർബിൻ്റെ ഔട്ടർ പ്രൊജക്ഷന് വരെയുള്ള എർത്ത് വേണം എക്സ്കവേറ്റ് ചെയ്ത് കളയാൻ. സോ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഈ ബോട്ടം വരെയും ഔട്ടർ ഓഫ് ദ കർബ് വരെയുള്ള എർത്താണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് റീജിയൻ കൺസിഡർ ചെയ്യുമ്പോഴും അത്രയും കൺസിഡർ ചെയ്താൽ മതി. ഇത്രയും ഔട്ടർ ഡയമീറ്ററിൻ്റെ എർത്താണ് എക്സ്കവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതെത്ര വരും? നമുക്കിവിടെ അറിയാം, ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് ദ വെൽ എന്ന് പറഞ്ഞാൽ 2 മീറ്ററാണ്. ക്വസ്റ്റ്യനിൽ ഇതേ തരുള്ളൂ. ക്വസ്റ്റ്യനിൽ 2 മീറ്റർ ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് വെല്ലെന്ന് തന്നിട്ടുണ്ടാവും. വെൽ സ്റ്റീനിങ്ങിൻ്റെ തിക്നെസ് 30 സെൻറ്റിമീറ്റർ ഓർ 0.3 മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ടാവും. പിന്നെ കർബിൻ്റെ ഡെപ്തും വിഡ്ത്തും തന്നിട്ടുണ്ടാവും. അതിൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ കർബ് ഇവിടെ നിന്നും ഇത്രയും ഇതുവരെയാണുള്ളത്. അതിൽ വെൽ സ്റ്റീനിങ്ങിൻ്റെ പുറത്തേക്ക് ഒരു 30 mm പ്രൊജക്ഷനും ഉണ്ടാവും. വെൽ സ്റ്റീനിങ്ങിൻ്റെ തിക്നെസ് 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതുകൂടാതെ ഒരു 30 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്ററും കൂടെ എക്സ്ട്രാ പ്രൊജക്ഷനും കൂടെ ഉണ്ടാവും. ഓക്കെ, സോ നമ്മുടെ ഔട്ടർ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? 2 മീറ്റർ പ്ലസ് 0.3, രണ്ട് സൈഡിലേക്കും 0.3 പ്ലസ് രണ്ട് സൈഡിലേക്ക് ആ 3 mm പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ 0.03 മീറ്റേഴ്സ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ ഔട്ടർ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2.66 മീറ്റർ എന്ന് കിട്ടും. സോ അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. 2.66 മീറ്ററാണ്. സോ ഇത് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് ഒരു സർക്കുലർ ഏരിയയാണ് ഓവർ എ ഡെപ്ത് ഓഫ് 3.8 മീറ്റേഴ്സ്. ഓരോ 1.5 മീറ്റർ വെച്ച് 1.5 പിന്നെ ഒരു 3.8 എത്തുന്ന തരത്തിലുള്ള 0.8 മീറ്ററും കൂടെ എക്സ്ട്രാ വരും. അതാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇവിടെ മനസ്സിലായല്ലോ, ഇവിടെ 3ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ആദ്യത്തെ 1.5 മീറ്ററിനുള്ള ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നു, അടുത്ത 1.5 ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നു, അടുത്ത 1.5 എടുക്കണ്ട, അതിന് 0.8 എടുക്കുമ്പോൾ തന്നെ 3.8 ആയി. ഓക്കെ, ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആ സർക്കുലർ ഏരിയ, ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ π/4 × d² ആണ്, ഡയമീറ്റർ സ്ക്വയർ ആണ്. π/4 × ഡയമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെയും π/4 × ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഔട്ടർ സർക്കിളിൻ്റെ ഡയമീറ്റർ. ഇത്രയും എർത്ത് എക്സ്കവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഔട്ടർ തൊട്ട് ഇതിൻ്റെ ഔട്ടർ വരെയുള്ള എർത്താണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഇത്രയും എർത്ത് എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ 2.66 മീറ്ററാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ π/4 × 2.66 സ്ക്വയർ ഇൻറ്റു, അപ്പോൾ π/4 × 2.66 സ്ക്വയർ ചെയ്തപ്പോൾ ഏരിയ കിട്ടി. എക്രോസ് എത്ര ഡെപ്താണ്? 1.5 മീറ്റർ ഡെപ്തിലേക്കാണ്. അടുത്ത 1.5 to 3 മീറ്റർ ഡെപ്തിനും അതുപോലെ തന്നെ π/4 × 2.66 സ്ക്വയർ ഇൻറ്റു 1.5. അടുത്ത 3 to 3.8 മീറ്ററിലേക്ക് ഇതേ ഏരിയ ആണ് π/4 × 2.66 സ്ക്വയർ ഇൻറ്റു 0.8 എന്ന് പറഞ്ഞാൽ 0.8 എവിടെ നിന്ന് വന്നു? 3 to 3.8 മീറ്റർ ഡെപ്തിലെ എർത്താണ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത്. അത് 0.8 മീറ്റർ ഡെപ്തിലേക്കേ ഉള്ളൂ. 3 to 3.8 എന്ന് പറഞ്ഞാൽ 0.8ൻ്റെ ഡിഫറൻസേ ഉള്ളൂ. സോ π/4 × 2.66 സ്ക്വയർ ഇൻറ്റു 0.8. അങ്ങനെ ഓരോ ഡെപ്ത് ലെവൽസിലെയും ക്വാണ്ടിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. അടുത്ത സെക്കൻഡ് ഐറ്റം, സിങ്കിങ് ഓഫ് വെൽ ബിലോ ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ. ഗ്രൗണ്ട് വാട്ടർ ലെവലിന് താഴോട്ടുള്ള എർത്ത് എക്സ്കവേറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള എസ്റ്റിമേറ്റാണ്. സോ അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഗ്രൗണ്ട് വാട്ടർ ലെവലിന് താഴെ ഓരോ 1.5 മീറ്റർ ഇൻ്റർവെല്ലിലാണ് ആദ്യത്തെ 3 മീറ്റർ വരെ. ആദ്യം ഒരു 1.5, പിന്നെ ഒരു 1.5,
അത് കഴിഞ്ഞാൽ എവറി 3 മീറ്റർ ഡെപ്തിലുള്ള എർത്ത് വർക്ക് എക്സ്കവേഷനാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ഗ്രൗണ്ട് വാട്ടർ ലെവലിൽ നിന്നും ഈ വെൽ സ്റ്റീനിങ്ങിൻ്റെ എൻഡ് വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം ഗ്രൗണ്ട് സർഫസിൽ നിന്നും വെൽ സ്റ്റീനിങ്ങിൻ്റെ എൻഡ് വരെ എന്ന് പറഞ്ഞാൽ 14 മീറ്റേഴ്സാണ്. ഗ്രൗണ്ട് സർഫസിൽ നിന്നും വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ 3.8 മീറ്റർ ഡെപ്തിലാണ്. സോ ഇതിന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 10.2 മീറ്റർ ഡെപ്തിലാണ് ഈ വാട്ടറിൻ്റെ ഡെപ്ത് ഓഫ് വാട്ടർ ഫ്രം ദ എൻഡ് ഓഫ് ദ വെൽ സ്റ്റീനിങ് എന്ന് പറയുന്നത് 10.20 മീറ്റർ എന്ന് കിട്ടും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തുകൊണ്ട് ഇതിൻ്റെ താഴോട്ടുള്ള ഡെപ്ത് എടുക്കുന്നില്ല, ഈ കെർബ് ഇരിക്കുന്ന ഡെപ്തിലേക്കുള്ള സിങ്കിങ് അല്ലെങ്കിൽ എർത്ത് വർക്ക് കൺസിഡർ ചെയ്യുന്നില്ല. വൈ? കാരണം കെർബ് അല്ലെങ്കിൽ ഇതിന് താഴെയുള്ള കട്ടിങ് എഡ്ജ് ഇതെല്ലാം സോയിലിലൂടെ പെനിട്രേറ്റ് ചെയ്താണ് പോകുന്നത്, അല്ലാതെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് കൊടുക്കണമെന്നില്ല. നമ്മൾ ഇതിനകത്ത് ഈ വെല്ല് എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കട്ടിങ് എഡ്ജും കെർബും ആദ്യം ഗ്രൗണ്ട് സർഫസിൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു 3 മീറ്ററോളം മേസൺറി വാൾ കൺസ്ട്രക്റ്റ് ചെയ്യും, സർക്കുലറായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതിനകത്തുനിന്നുള്ള എർത്ത് എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ കുറേശ്ശെ ഈ മേസൺറി സ്റ്റീനിങ്ങും താഴെയുള്ള കട്ടിങ് എഡ്ജ് ഷാർപ്പായതുകൊണ്ട് അത് സ്മൂത്തായിട്ട് താഴോട്ട് ഇറങ്ങിപ്പോവും. എർത്ത് അകത്തുനിന്ന് എക്സ്കവേറ്റ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് താഴോട്ട് ഇറങ്ങിപ്പോവും. സോ ദിസ് ആക്ച്വലി കോസസ് പെനിട്രേഷൻ ഓഫ് സോയിൽ. So actually the soil is not excavated for this region. It is by natural penetration of the cutting edge and the curb. So അവിടെയുള്ള പെനിട്രേഷനുള്ള ജോലിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഇതിനകത്തുള്ള എർത്ത് എക്സ്കവേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ജോലി മാത്രമേ ലേബർ ചെയ്യുന്നുള്ളൂ. സോ അത് മാത്രം നമ്മൾ കമ്പ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. സോ മറന്നു പോകരുത്, എപ്പോഴും എർത്ത് എക്സ്കവേഷൻ ഫോർ മേസൺറി വെല്ല് ഗ്രൗണ്ട് സർഫസിൽ നിന്നും ഗ്രൗണ്ട് ലെവലിൽ നിന്നും വെൽ സ്റ്റീനിങ്ങിൻ്റെ എൻഡ് വരെ ചെയ്യാവും. ഓക്കെ. സോ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 2 പ്രാവശ്യം 1.5 മീറ്ററും പിന്നെ എവറി 3 മീറ്ററിലുമാണ് നമ്മൾ എക്സ്കവേഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഇവിടെ എഴുതുന്നു, ഇവിടെ 10.20 മീറ്റർ വരെ എന്നുള്ളത് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് 10.2 വരെയുള്ള എടുത്താൽ മതി. സോ ഫ്രം വാട്ടർ ലെവൽ ടു 1.5 മീറ്റർ ബിലോ, ഫ്രം 1.5 മീറ്റർ ബിലോ ടു 3 മീറ്റർ ബിലോ, from 3 meter to 6 meter below, from 6 to 9 meter below, and from 9 to 10.2 meter below. സോ ആദ്യത്തെ 2 സെറ്റും 1.5 മീറ്റർ ഇൻ്റർവെൽ 1.5 മീറ്റർ ഇൻ്റർവെല്ലാണ് കണ്ടുപിടിച്ചത്. ബാക്കിയുള്ളതെല്ലാം 3 മീറ്റർ ഇൻ്റർവെല്ലാണ്. ഇവിടെ 9 to 12 എടുക്കേണ്ട ആവശ്യമില്ല, കാരണം 10.2 വരെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നുള്ളൂ. സോ 10.2 വരെ ഉള്ളത് എടുത്തു. ഓക്കെ. ഇനി ഇത് ശ്രദ്ധിക്കുക, സിങ്കിങ് ഓഫ് വെൽ ബിലോ ദ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവലിന് താഴോട്ടുള്ളതിനെല്ലാം റണ്ണിങ് മീറ്റേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്താൽ മതി, അല്ലാതെ മീറ്റർ ക്യൂബിലല്ല, റണ്ണിങ് മീറ്റേഴ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ വേറെ ഒരു ക്വാണ്ടിറ്റിയും വേണ്ട, നമുക്ക് മീറ്ററിൽ മാത്രം ഇത് എക്സ്പ്രസ് ചെയ്താൽ മതി. സോ ആദ്യത്തെ സെറ്റ് 1.5 മീറ്റർ ഡെപ്തിൽ എക്സ്കവേറ്റ് ചെയ്യും, അടുത്ത സെറ്റ് 1.5 മീറ്ററിൽ എക്സ്കവേറ്റ് ചെയ്യും, അതിനടുത്തത് 3 മീറ്റർ, അതിനടുത്തത് 3 മീറ്റർ, അടുത്തത് 9 to 10.2 ആണ് എന്ന് പറഞ്ഞാൽ 1.2 മീറ്റർ എക്സ്കവേഷൻ. സോ എവറിഥിങ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് റണ്ണിങ് മീറ്റേഴ്സ്. ഓക്കെ. സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്ടർ ലെവലിന് മുകളിലായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ മീറ്റർ ക്യൂബിലാണ് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് എക്സ്കവേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ വാട്ടർ ലെവലിന് താഴെയാണെങ്കിൽ റണ്ണിങ് മീറ്റേഴ്സിലാണ് ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ അടുത്ത ഐറ്റം, ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ദ കർബ് ഓഫ് വെല്ലിൻ്റെ കർബിനെ ക്വാണ്ടിഫൈ ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെല്ലിൻ്റെ കർബ് ഒരു RCC സ്ട്രക്ചറാണ്. അതുപോലെ അസ്യൂം ദ ഷേപ്പ് ഓഫ് ദ വെൽ കർബ് ആസ് അപ്രോക്സിമേറ്റ്ലി ട്രയാങ്കുലർ. ഒരു ട്രയാങ്കിൾ ഷേപ്പാണെന്ന് അസ്യൂം ചെയ്യേണ്ടി വരും. അത് അപ്രോക്സിമേറ്റ് ട്രയാങ്കുലർ ഷേപ്പാണ്. നമുക്ക് ഈ കർബ് എന്ന് പറയുന്നതും ഇതുപോലെ സർക്കുലറായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സർക്കുലർ എന്ന് പറഞ്ഞാൽ വെൽ സ്റ്റീനിങ്ങിൻ്റെ നേരെ താഴെ ഒരു 3 mm പ്രൊജക്ഷനും 30 mm പ്രൊജക്ഷനും കൊടുത്തിട്ടുണ്ട്. 30 mm പ്രൊജക്ഷനോടുകൂടി അതങ്ങോട്ട് വെളിയിലോട്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ വെൽ സ്റ്റീനിങ്ങിൻ്റെ ഇൻസൈഡ് സർഫസ് തൊട്ട് ഔട്ട്സൈഡ് കഴിഞ്ഞ് ഒരു 30 mm പ്രൊജക്ഷൻ വരെയും
വെൽ കർബ് ഉണ്ട്. സോ ഒരു സർക്കുലർ ഷേപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, സർക്കുലർ ഷേപ്പ്. അതിന് താഴെ തന്നെയാണ് കട്ടിംഗ് എഡ്ജും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ കട്ടിംഗ് എഡ്ജും സർക്കുലറായിട്ട് അറ്റ് ദ പെരിഫറി ഓഫ് ദ കർബ് ഓഫ് വെല്ലിൻ്റെ കർബിൻ്റെ പെരിഫറിയിലായിട്ടാണ് ഈ കട്ടിംഗ് എഡ്ജും ഇങ്ങനെ സർക്കുലറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് സംശയം വേണ്ട. സോ ഇത് എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യും? നമുക്കറിയാം, it is an RCC structure, so it should be computed in meter cube of concrete. സോ മീറ്റർ ക്യൂബ് ഓഫ് കോൺക്രീറ്റ്, അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോ ആദ്യം ഇവിടെ നോക്കുക, ഈ ഫിഗർ നോക്കുക. നമുക്കറിയാം, നമ്മളിവിടെ കർബിനെ ഒരു അപ്രോക്സിമേറ്റ് ട്രയാങ്കുലർ ഷേപ്പിൽ തന്നെയാണ് വരച്ച് വെച്ചിരിക്കുന്നത്. ഈ കർബിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.4 മീറ്റേഴ്സ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 0.33 മീറ്റേഴ്സ്. ഇതെവിടെ നിന്ന് കിട്ടി? വെൽ സ്റ്റീനിങ്ങിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.3, ആൻഡ് ഇറ്റ് ഹാസ് എ പ്രൊജക്ഷൻ ഓഫ് 30 മില്ലിമീറ്റർ. 30 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.03 മീറ്റേഴ്സ്. സോ 0.3 പ്ലസ് 0.03 ഈസ് ഈക്വൽ ടു 0.33 മീറ്റേഴ്സ്. സോ വിഡ്ത്ത് ഓഫ് the curve is 0.33 meters and depth is 0.44 meters. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. എന്തറിഞ്ഞാൽ മതി? ഈ 0.4ഉം 0.33ഉം കണ്ടുപിടിച്ചതുകൊണ്ട് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. സോ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് കർബിൻ്റെ ക്രോസ് സെക്ഷണൽ ഷേപ്പിൻ്റെ അപ്രോക്സിമേറ്റ് ഷേപ്പാണ്. ഈ കർബ് എത്ര ലെങ്തിനാണുള്ളത്? ഈ കർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കർബ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ സർക്കുലർ ഫോം എലോങ് ദ പെരിഫറി ഓഫ് ദ വെൽസ്റ്റീനിങ്ങിൻ്റെ താഴെയായിട്ട് ഏറ്റവും ഔട്ടറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർക്കുലർ ഫോമിലാണ് ഇരിക്കുന്നത്. സോ അതിൻ്റെ ക്രോസ് സെക്ഷൻ ട്രയാങ്കുലർ ആണെന്ന് കിട്ടി. ക്രോസ് സെക്ഷണൽ ഏരിയ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് പോലെ നമുക്ക് കണ്ടുപിടിക്കാം. സോ അതാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏരിയയാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്, 1/2 × 0.4 × 0.33. സോ ഈ ക്രോസ് സെക്ഷനിൽ നിന്നും നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. 1/2 × ബേസ് × ഹൈറ്റ്, 1/2 × 0.4 × 0.33. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമുക്കത് മാത്രം പോരാ, ലെങ്തും കൂടെ വേണം. സോ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് ഈ കർബിനൊരു സർക്കുലർ ആയിട്ടുള്ള ലെങ്താണ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് എലോങ് എ സർക്കിൾ. സോ ദ ലെങ്ത് എലോങ് എ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലെങ്ത് ആയിരിക്കും? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സർക്കംഫറൻസ് ഓഫ് ദാറ്റ് സർക്കിൾ. സോ ഏത് സർക്കിളാണെന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഇനി ഏത് സർക്കിളാണ്? ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് അങ്ങ് എഴുതിയാൽ ലെങ്തായി. ഓക്കെ, സോ ഏത് സർക്കിൾ എന്ന് പറഞ്ഞാൽ the circle which passes through the center of gravity of the curve. ഈ കർബിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിളാണ്. അതിങ്ങനെ ഒരു സർക്കിൾ ഇങ്ങനെ കടന്നു പോകും. ഇറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ കർബ്. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ CG തൊട്ട് ഇതിൻ്റെ CG വരെയുള്ള ലെങ്താണ് ആ സർക്കിളിൻ്റെ ഡയമീറ്റർ. സോ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ അറിയാമെങ്കിൽ π × d എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഓഫ് ദാറ്റ് സർക്കിളായി. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ഈ ഡയമീറ്റർ അറിയണം എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്, ഈ ഡിസ്റ്റൻസ് അറിയണം. നമുക്കറിയാം ഔട്ടർ ഓഫ് ദിസ് കർബ് ടു ദിസ് ഔട്ടർ ഈസ് 2.66 മീറ്റേഴ്സ്. അതിൽ നിന്ന് ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ ഉള്ളത് കിട്ടി. അതിന് ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും? സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് നമുക്കറിയാം D അല്ലെങ്കിൽ B എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഈസ് B/3 ഫ്രം ദി ഔട്ട്സൈഡ്. ഔട്ടറിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് B/3. അപ്പോൾ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് 0.33 എന്നറിയാം. സോ 0.33 / 3 ഈസ് ഈക്വൽ ടു 0.11. സോ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കിട്ടി. 0.33 / 3 ഈസ് ഈക്വൽ ടു 0.11. അങ്ങനെ 0.11 രണ്ട് സൈഡിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ 2.44 മീറ്റർ എന്ന് കിട്ടും. സോ ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ വിച്ച് പാസസ് ത്രൂ ദ centroid of this triangular wedge which is the curve of this well is 2.44 meter. അപ്പോൾ ഈ 2.44 മീറ്ററിനെ π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സർക്കംഫറൻസ് കിട്ടും. ഇത് ഡയമീറ്ററാണ്, πd ആണ് സർക്കംഫറൻസ്. ഇപ്പോൾ πd കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇതിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. കർബിൻ്റെ RCC വർക്കിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഐറ്റം
ദറ്റ് ഈസ് ദ സ്റ്റീൽ വർക്ക് ഇൻ കട്ടിംഗ് എഡ്ജ്. നമ്മൾ പറഞ്ഞു കട്ടിംഗ് എഡ്ജായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിളാണ്. ISA 75/75/6 അറ്റ് ദ റേറ്റ് ഓഫ് 6.8 kg/m. ഇത് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഒരു മീറ്റർ ലെങ്തിന് 6.8 kg എന്നാണ് പറയുന്നത്. നമുക്ക് സ്റ്റീൽ വർക്ക്, നമ്മൾ ഓൾറെഡി ബിൽഡിംഗ് വർക്കിൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് എല്ലാം കിലോഗ്രാമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇവിടെയും നമ്മൾ സ്റ്റീൽ വർക്കിനെ കിലോഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. സോ kg/m, ഇതിൻ്റെ ഒരു യൂണിറ്റ് വെയിറ്റ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 6.8 kg/m എന്ന് വെച്ചാൽ ഒരു മീറ്റർ ലെങ്തിന് 6.8 കിലോഗ്രാമാണ് അതിൻ്റെ വെയിറ്റ്. അപ്പോൾ എത്ര മീറ്റർ ഉണ്ട് ഇതിൻ്റെ ലെങ്ത്, ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിളിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതേ ഇൻറ്റു 6.8 ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം എത്ര കിലോ സ്റ്റീൽ ആവശ്യമുണ്ടെന്ന് കിട്ടും. സോ അതിന് ഈ പറയുന്ന കട്ടിംഗ് എഡ്ജ് ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ വെൽ കർബിൻ്റെ പെരിഫറിയിലൂടെ താഴെയായിട്ട് പെരിഫറിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ദിസ് കട്ടിംഗ് എഡ്ജ് ഇസ് പ്രൊവൈഡഡ് എലോങ് ദ പെരിഫറി ഓഫ് ദ കർവ് ബിനീത്ത് ഇറ്റ്. സോ ഈ പെരിഫറിയുടെ ലെങ്ത് എത്രയാണ്? 2.66 മീറ്ററാണ് ഡയമീറ്റർ. അപ്പോൾ ഈ പെരിഫറിയിലൂടെയുള്ള സർക്കുലർ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സർക്കംഫറൻസ്, ദാറ്റ് ഈസ് പൈ ടൈംസ് ഡി. 5 × 2.66 മീറ്റർ. So the length of the steel work is pi times 2.66 into 6.8 equal to 56.83 kg എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ഐറ്റം ബ്രിക്ക് വർക്ക് ഇൻ സിമെൻറ്റ് മോർട്ടാർ 1:1:6 ഇൻ വെൽസ്റ്റീനിങ്ങിൽ കൊടുക്കുന്ന ബ്രിക്ക് മേസൺറിയുടെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ഈ ബ്രിക്ക് മേസൺറി വെൽസ്റ്റീനിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ശ്രദ്ധിക്കുക, ഈ ബ്രിക്ക് മേസൺറി കൊടുത്തിരിക്കുന്നത് എഗെയിൻ ഒരു എലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. അപ്പോൾ ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് കിട്ടും, ഈ സർക്കംഫറൻഷ്യൽ ലെങ്ത് കിട്ടും. ദാറ്റ് ഇൻറ്റു എത്ര ഹൈറ്റ് വരെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നോ അത്രയും കൊടുത്താൽ മതി, ഇൻറ്റു തിക്നെസ് ഓഫ് ദ ബ്രിക്ക് മേസൺറി. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. എന്താണ് ഈ ബ്രിക്ക് മേസൺറി കൊടുത്തിരിക്കുന്ന സർക്കംഫറൻഷ്യൽ ലെങ്ത് എത്രയാണ്? ഈ ഷെയ്ഡഡ് പോർഷൻ്റെ സെൻറ്റർ ലൈൻ ലെങ്ത് തന്നെയാണ്. ഓക്കെ, സോ ഫസ്റ്റ്ലി ഇതിൻ്റെ സെൻറ്റർ ലൈൻ ലെങ്ത് എന്ന് പറയുന്ന ഒരു സർക്കിളാണ്. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ അറിയാമെങ്കിൽ ആ സെൻറ്റർ ലൈൻ ലെങ്ത് കണ്ടുപിടിക്കാം. ഡയമീറ്റർ എത്രയാണ്? ഈ ഇൻസൈഡ് ഡയമീറ്റർ 2 മീറ്റർ. ആ 2 മീറ്ററിൻ്റെ കൂടെ ഒരു 0.3, ദാറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് ദ വെൽ സ്റ്റെയിനിങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയി. ഇതിൻ്റെ സെൻറ്റർ ടു ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 + 0.3. ഓക്കെ, 2 + 0.3, അപ്പോൾ 2.3 എന്ന് കിട്ടി. സോ ഇവിടെ നമുക്ക് 2.3 ആണ് ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, 2.30 മീറ്റേഴ്സ്. അപ്പോൾ ഡയമീറ്ററായി സർക്കംഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ പൈ ടൈംസ് ഡി. സോ അതാണ് ഇവിടെ പൈ ടൈംസ് 2.3 ഇൻറ്റു തിക്നെസ് ഓഫ് ദ മേസൺറി വാൾ. ഇൻറ്റു തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.3, അതിവിടെ എഴുതി. ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ മേസൺറി വാൾ, എങ്കിലേ വോളിയം ആവുള്ളൂ. ഹൈറ്റ് ഓഫ് മേസൺറി വാൾ എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ നോക്കുക. നമുക്ക് ഗ്രൗണ്ട് സർഫസിൽ നിന്നും കെർബിൻ്റെ ബോട്ടം എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് 14 മീറ്റേഴ്സ് എന്നറിയാം. പക്ഷെ അത് മാത്രം അല്ല, ഈ വെൽ സ്റ്റീനിങ് ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ്സ് എബവ് ദ ഗ്രൗണ്ട് ലെവൽ ബൈ 60 സെൻറ്റിമീറ്റർ. ഇതൊരു പാരപ്പറ്റ് വാൾ പോലെ ആക്ട് ചെയ്യും. ഓക്കെ, ഈ പാരപ്പറ്റ് വാളിൻ്റെ ലെങ്തും കൂടെ കൺസിഡർ ചെയ്യണം. സോ പാരപ്പറ്റ് വാളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ഓർ 0.6 മീറ്റേഴ്സ്. സോ മൊത്തം എത്ര ഹൈറ്റിലാണ് കൊടുക്കുന്നത്? 14 മീറ്റേഴ്സ് പ്ലസ് 0.6 മീറ്റേഴ്സ് ഈക്വൽ ടു 14.6 മീറ്റേഴ്സ്. അതാണ് ലെങ്ത് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ബ്രിക്ക് മേസൺറി. അങ്ങനെ വോളിയം ഓഫ് മേസൺറി വാൾ കണ്ടുപിടിക്കും. അടുത്ത ഐറ്റം, ഈ മേസൺറി വാളിനെ പോയിൻ്റ് ചെയ്യണം. ഈ പോയിൻറ്റിങ് ഓഫ് മേസൺറി വാൾ ഈസ് കണ്ടക്റ്റഡ്. പോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ആ ജോയിൻസിൽ സിമെൻറ്റ് മോർട്ടാർ കൊണ്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അതിൻ്റെ പോർട്സ് അല്ലെങ്കിൽ വോയിഡ് സ്പേസ് ഒക്കെ അടയ്ക്കുന്നതിനാണ് പോയിൻറ്റിങ് എന്ന് പറയുന്നത്. സോ പോയിൻറ്റിങ് ഈ വെൽ സ്റ്റീനിങ്ങിൽ എവിടെയാണ് ചെയ്യുന്നത്? വെൽ സ്റ്റീനിങ്ങിൻ്റെ ഇൻസൈഡ് മൊത്തം പോയിൻ്റ് ചെയ്യും, ഇൻസൈഡ് കംപ്ലീറ്റും എലോങ് ദ സർക്കംഫറൻസ് ഓഫ് ദ ഇന്നർ സർക്കിളിൻ്റെ ഇൻസൈഡ് സർക്കിളിൻ്റെ എലോങ് ദ സർക്കംഫറൻസ് നമ്മൾ പോയിൻ്റ് ചെയ്യും ത്രൂ ഔട്ട് ദ ഹൈറ്റ് ഓഫ് ദ എൻറ്റയർ ഹൈറ്റ് ഓഫ് ദ വെൽ. അത് കഴിഞ്ഞിട്ട് ഈ
ടോപ്പ് സർഫസ് കൂടെ നമ്മൾ പോയിൻ്റ് ചെയ്യും. ടോപ്പ് സർഫസ് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷനിലും നമ്മൾ പോയിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് തീർന്നിട്ടില്ല. നമ്മൾ പുറത്ത് നിൽക്കുന്ന, നമ്മൾ ഗ്രൗണ്ടിൽ ഇവിടെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നത്. നമ്മളെ ഫേസ് ചെയ്യുന്ന ഈ പാരപ്പറ്റ് വാളിൻ്റെ പുറം വശം, ഔട്ടർ സൈഡും നമ്മൾ പോയിൻ്റ് ചെയ്യും. ഔട്ടർ വശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഷെയ്ഡഡ് റീജിയൻ എൻഡ് ചെയ്യുന്ന ഈ സർക്കിൾ, ഔട്ടർ ഡയമീറ്റർ ഓഫ് ദ വെൽ സ്റ്റെയിനിങ്, ആ സർക്കംഫറൻഷ്യൽ ലെങ്തിലും ആ സർക്കംഫറൻഷ്യൽ ഏരിയയിലും പോയിൻറ്റിങ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് അത് 3 ഐറ്റമായിട്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. എന്നിട്ട് ടോട്ടൽ ചെയ്ത് എഴുതിയാൽ മതി. സോ ഇൻസൈഡ് ഓഫ് ദ വെൽ, ഔട്ട്സൈഡ് ഓഫ് പാരപ്പറ്റ് വാൾ ആൻഡ് ദ ടോപ്പ് സർഫസ് ഓഫ് ദ പാരപ്പറ്റ്. അതിന് ഇൻസൈഡ് ഓഫ് ദ വെല്ലിന് പൈ ടൈംസ് ഇൻസൈഡ് വെൽ ഡയമീറ്റർ 2 meters ഇൻറ്റു എൻറ്റയർ ഹൈറ്റ് ഓഫ് വെൽ 14.6 meters. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഇതിൻ്റെ ഇൻസൈഡ് സർക്കംഫറൻഷ്യൽ ലെങ്തിലും ത്രൂ ഔട്ട് ദ ഹൈറ്റിലും നമ്മൾ പോയിൻ്റ് ചെയ്യും. അതാണ് 14.6 meter കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം. ഇനി അടുത്ത സബ് ഹെഡിങ് എന്താണ്? ഔട്ട്സൈഡ് ഓഫ് ദ വെൽ പാരപ്പറ്റ്. വെൽ പാരപ്പറ്റിൻ്റെ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ പുറം വശം എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഔട്ടർ ഡയമീറ്ററാണ് ആവശ്യം. ഔട്ടർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 2.6 meter. പാരപ്പറ്റ് വാളിൻ്റെ ഔട്ടർ ഡയമീറ്റർ, ഇതിൻ്റെ ഔട്ടർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2.6 meter ആണ്. സോ പൈ ടൈംസ് 2.6 ഇൻറ്റു 0.6 ഹൈറ്റാണ് പാരപ്പറ്റ് വാളിൻ്റെ ഹൈറ്റ്. അങ്ങനെ അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. ഇനി അടുത്ത ടോപ്പ് സർഫസ് ഓഫ് ദ പാരപ്പറ്റ്. ടോപ്പ് സർഫസ് ഓഫ് ദ പാരപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൈവരിയുടെ മുകൾ വശം, ഈ മുകൾ വശവും ചെയ്യും. മുകൾ വശത്തിൻ്റെത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സെൻറ്റർ ലൈൻ ഓഫ് ദിസ് ടോപ്പ് സർഫസ്, ഈ സർക്കുലർ സർഫസിൻ്റെ സെൻറ്റർ ലൈൻ അറിഞ്ഞിരിക്കണം. ഈ സെൻറ്റർ ലൈൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഇത്രയും 2 ആണ്, ഇത് 0.3 ആണ്, ഇത് 0.3. സെൻറ്റർ ലൈൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു 0.3 ഇവിടെ ഒരു 0.3 കൂടെ ആഡ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ 2 + 0.3 2.3. അപ്പോൾ 2.3 ആണ് അവിടുത്തെ സർക്കംഫറൻസ് ഇൻറ്റു എത്ര വിഡ്ത്തിലാണ് നമ്മൾ പോയിൻ്റ് ചെയ്യുന്നത്? 0.3 വിഡ്ത്തിലാണ് പോയിൻ്റ് ചെയ്യുന്നത്. സോ അതും നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇങ്ങനെയാണ് മേസൺറി വെല്ലിൻ്റെ ഓരോ ഐറ്റംസും ക്വാണ്ടിഫൈ ചെയ്യുന്നത്. സോ ഇത് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ഇതിൽ 2 or 3 ഐറ്റംസ് ക്വാണ്ടിഫൈ ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും.